ഹലോ എവ്രി വൺ. നവരാത്രി സീരീസ് ഡേ 3 ഇന്ന് ഗ്രേ ആണ് കളറ്. നമുക്ക് ഈ ഒരു ഗൗണിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കാണാം. നമ്മൾ യോക്ക് പാർട്ട് ആദ്യം ഇതുപോലൊരു കോട്ടൺ പീസിലാണ് കട്ട് ചെയ്യുന്നത്. മെറ്റീരിയലിൻ്റെ ക്ലോസ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്, ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ ഇതുപോലെ നമുക്ക് 2 പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് 15 ഇഞ്ചാണ്, വിഡ്ത്ത് വരുന്നത് 19.5 ഇഞ്ചാണ്. നമ്മുടെ മാർക്കിംഗ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 6.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെസ്റ്റിൻ്റെ മാർക്കിംഗ് ആണ് വരുന്നത്. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഹാഫ് ഇഞ്ച് ലൂസ് പ്ലസ് 2 ഇഞ്ച് മാർജിൻ. അങ്ങനെ ഇവിടെ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 10 ഇഞ്ച് നമുക്ക് മാർജിന് മുമ്പേ ഉള്ള മെഷർമെൻ്റ് ആണോ അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് 15 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നമുക്ക് വീതി എടുക്കേണ്ടത് 10.5 ഇഞ്ചാണ്. സൈഡിലും കൂടെ ചേർത്താണ് കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ്. ഇതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 പോയിന്റിനെയും ജോയിൻ ചെയ്തൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിന്റിൽ മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മെറ്റീരിയലിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിച്ച ശേഷം ഈ 2 പോയിൻറ്റും ചേർത്ത് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിന്റിൽ കോർണർ പോർഷനിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആം ഹോളിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ 3 പോയിൻറ്റും ജോയിൻ ചെയ്ത് നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇത് ബാക്ക് പാർട്ടിൻ്റെ ഷേപ്പാണ് കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് ആം ഹോളിലും ഒരു എക്സ്ട്രാ മാർക്കിംഗ് വരുന്നുണ്ട്. അതിനായിട്ട് ഈ മിഡിൽ പോർഷനിൽ നിന്നും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത ശേഷം ഷേപ്പ് വരച്ചു കൊടുക്കാം. കഴുത്തിൻ്റെ വീതി 3 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഷോൾഡർ പോയിന്റിലേക്ക് ചെറുതായിട്ടൊരു സ്ലോപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ബാക്ക് ആം ഹോളിൻ്റെ ഷേപ്പിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് വെച്ചിട്ട് സെയിം ടു സെയിം ആയിട്ട് നമ്മൾ മെറ്റീരിയലിൻ്റെ ബാക്ക് പാർട്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ മെറ്റീരിയലിൽ യൂസ് ചെയ്യുന്ന ലൈനിങ്. ഇനി ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇറക്കം 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനൊരു റൗണ്ട് ഷേപ്പായിട്ട് മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്ത് മാറ്റും. ബാക്ക് ലൈനിങ് പാർട്ട് ഇവിടെ റെഡിയാണ്, ഇത് മാറ്റി വയ്ക്കാം. ഈ ഒരു ഗൗണിൽ നമ്മൾ അംഗ്രക്ക പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഇനി അതിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് ഷേപ്പ് വരച്ച ശേഷം മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്ത് മാറ്റാം. കഴുത്തിൻ്റെ ഇറക്കം 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മെറ്റീരിയലിനെ ഓപ്പൺ ചെയ്ത ശേഷം ആ ഒരു വീനെക്കിൻ്റെ ആ ഒരു ഷേപ്പ് താഴേക്ക് വരുന്ന രീതിയിൽ ആ ഒരു മാർക്കിങ്ങിനെ വരച്ച് നമുക്ക് ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ്. ആ ഫ്രണ്ട് പാർട്ടിലെ എക്സ്ട്രാ മാർക്കിംഗ് വരുന്നത് ഈ ഒരു പീസിലാണല്ലോ. അതിനെ ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഷേപ്പ് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മെയിൻ ഫാബ്രിക്കിൻ്റെ ലൈനിങ് ഇതുപോലെ സെയിം ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിമായിട്ടുള്ള 2 പീസാണ് കേട്ടോ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ ഇറക്കം 18 ഇഞ്ചാണ്, വീതി വരുന്നത് 10 ഇഞ്ചാണ്. മെറ്റീരിയൽ ഡബിൾ ഫോൾഡ് ചെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മാർക്കിംഗ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഉള്ളിൽ നിന്നും താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 പോയിന്റിനെയും ജോയിൻ ചെയ്ത് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. 2 പോയിന്റിനെയും മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് ഫ്രണ്ട് ആം ഹോളിൻ്റെ എക്സ്ട്രാ മാർക്കിംഗ് വരച്ചെടുക്കാം. ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ്. ഇത് മാർക്ക് ചെയ്ത ശേഷം ഈ 2 പോയിന്റും ജോയിൻ ചെയ്ത് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷമാണ് കേട്ടോ ഫ്രണ്ട് ആം ഹോളിൽ വരുന്ന എക്സ്ട്രാ മാർക്കിംഗ് കട്ട് ചെയ്യുന്നത്. യോക്ക് പാർട്ടിൻ്റെയും സ്ലീവിൻ്റെയും മെയിൻ ഫാബ്രിക്കായിട്ട് ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫാബ്രിക് എടുത്തിട്ടുള്ളത് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പാനൽ കട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഈ ഒരു പീസായിട്ടാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ഇവിടെ നിവർത്തി വെച്ചേക്കുന്നത്. അതിൻ്റെ താഴെ ഇതുപോലെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു പോയിൻ്റ് നമ്മൾ ഇതുപോലെ 40 ഇഞ്ച് മുകളിലേക്ക് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മാർക്ക് ചെയ്ത മിഡിൽ പോയിന്റിൽ നമുക്ക് 4 ഇഞ്ചാണ് വരേണ്ടത്. അത് രണ്ട് സൈഡിലും, ഒരു സൈഡിൽ 2 ഇഞ്ച്, ഒരു സൈഡിൽ 2 ഇഞ്ച്, അങ്ങനെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന രണ്ട് പോയിന്റും ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. അതുപോലെ ഓപ്പോസിറ്റ് സൈഡും ആ രണ്ട് പോയിന്റും ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ചെടുക്കാം. ഇത് നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ ഒരു പാനലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ടോട്ടൽ 14 പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഫ്രണ്ടിൽ 7 പീസും അതുപോലെ തന്നെ ബാക്കിൽ 7 പീസും. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു 4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 3 ഇഞ്ച് ആവും. കാരണം രണ്ട് സൈഡിലും 1/2 ഇഞ്ച് വീതമുള്ള സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം 3 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു പാനൽ റെഡിയാവുന്നത്. ഇതുപോലത്തെ 7 പാനലാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. നമ്മൾ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത് 21 ഇഞ്ചാണ് ഫ്രണ്ട് പീസിൽ. അപ്പോൾ ആ ഫ്രണ്ട് പീസിൽ നമ്മൾ ഈ ഒരു 7 പീസ് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടും ആ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് 15.5 ഇഞ്ചിലാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 14.5 ഇഞ്ചിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതുപോലെ സ്കേർട്ട് പാർട്ട് ഇവിടെ 40 ഇഞ്ച് ലെങ്തിലാണ് എടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ 1.5 ഇഞ്ച് നമുക്ക് കുറയും. അപ്പോൾ 38.5 ഇഞ്ചിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഗൗൺ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 53 ഇഞ്ചിലാണ് കിട്ടുന്നത്. ഫ്രണ്ട് പാർട്ടിലെ 7 പീസ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ സെയിം ആയിട്ട് ബാക്ക് പാർട്ടും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് യോക്ക് പാർട്ട് നമ്മൾ ലൈനിങ് പീസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ മെയിൻ ഫാബ്രിക് ആയിട്ട് കൊടുക്കുന്നത്. ഒരു സൈഡിൽ ഈ ഒരു ഡിസൈനുള്ള പീസാണ് നമ്മൾ കൊടുക്കുന്നത്. അംഗ്രക്ക പാറ്റേൺ ആയതുകൊണ്ട് ഇതുപോലെ ഒരു പീസും കൂടെ ആവശ്യമാണ്. ഇത് ഞാനിവിടെ പ്ലെയിൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ലൈനിങ്ങിൻ്റെ ആ മെഷർമെൻറ്റിൽ തന്നെ ആ ഒരു പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്ലീവും ഇതുപോലെ മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഡോട്ട്സ് വരുന്ന ഒരു പീസ് മെറ്റീരിയലാണ് കേട്ടോ ഞാനിവിടെ മെയിൻ ഫാബ്രിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കിൽ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സ്റ്റിച്ചിങ് നോക്കാം. അതിനായിട്ട് ഇതുപോലെ മെറ്റീരിയലിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം പുറത്തെടുക്കാം. ഈ ഒരു 3 സൈഡും നമുക്ക് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമ്മൾ അയൺ ചെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ കാണുന്ന പോലെ ആ ഒരു ഡിസൈൻ വരുന്ന ഫാബ്രിക് മുകളിലായിട്ട് വെച്ചിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആവശ്യമാണെങ്കിൽ ആ വീനെക്കിൻ്റെ ആ ഒരു പോർഷൻ ഇതുപോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് 21 ഇഞ്ചാണ് ആവശ്യം. ആ 21 ഇഞ്ച് വരുന്ന രീതിയിൽ വെച്ച ശേഷമാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ ലൈനിങ് ഫാബ്രിക് വെച്ചിട്ടുണ്ട്. രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം നെക്ക് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്ത ശേഷം ലൈനിങ് ഉള്ളിലാക്കിയിട്ട് നല്ല വശം പുറത്തെടുക്കാം. ഇനി ഈ കാണുന്ന പോലെ സൈഡെല്ലാം ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പീസിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ പാർട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് റെഡിയാക്കാം. സ്ലീവിൻ്റെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് ഫാബ്രിക്കിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം താഴത്തെ പാർട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ ലൈനിങ് ഫാബ്രിക് ഉള്ളിലാക്കിയിട്ട് എല്ലാ സൈഡും ഒന്ന് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി ആ ഒരു യോക്ക് പാർട്ടിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. യോക്ക് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് പാനൽ കട്ടിൻ്റെ ഓരോ പാനലിനെയും ഇതുപോലെ മറ്റൊന്നിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
7 പീസ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഫ്രണ്ട് പാർട്ടായിട്ടും അതുപോലെ 7 പീസ് ജോയിൻ ചെയ്ത് ബാക്ക് പാർട്ടായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ച് ചെയ്തപ്പോൾ കാണുന്ന ഈ ഒരു ഷേപ്പ് അറിയാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയലിനെ ഒന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാർട്ടിനെ യോക്ക് പാർട്ടിലേക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്കേർട്ട് പാർട്ടും യോക്ക് പാർട്ടും ജോയിൻ ചെയ്ത ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള മാർജിൻ മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിംഗ് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴത്തെ പാർട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ സ്കേർട്ട് പാർട്ടിന് വേണ്ടി എടുത്തിട്ടുള്ള പ്ലെയിൻ ഫാബ്രിക് 58 ഇഞ്ചിലുള്ളതാണ്. അത് 3 മീറ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ഡിസൈൻ വരുന്ന ഫാബ്രിക് 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. അതും 58 കേട്ടോ വിഡ്ത്ത് വരുന്നത്. അതുപോലെ ലൈനിങ് ഫാബ്രിക് കോട്ടൺ ആണ് എടുത്തിട്ടുള്ളത്. അത് 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. മീഡിയം ടു ലാർജ് സൈസ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് കറക്റ്റ് ആകും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.